നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. കേരളം കാണാൻ വന്ന ജർമ്മൻകാരുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം മോഷണം പോയി. തണലായെത്തിയത് കേരള പോലീസ്. പണവും ക്രെഡിറ്റ് കാർഡും ഉൾപ്പെടെ നഷ്ടമായതിനാൽ ഇപ്പോൾ സംഘത്തിന് താമസ ചിലവും ഭക്ഷണവും നൽകുന്നത് പോലീസാണ്. ലോകസഞ്ചാരത്തിന്റെ ഭാഗമായാണ് ജർമ്മൻ സ്വദേശികളായ അരുൺ ഡൊമിനിക്, ജാൻ ഡൊമിനിക്, ആമേൻ വലസ്റ്റീന എന്നിവർ കേരളം കാണാനെത്തിയത്. ഇവർ കാസർഗോഡ് എത്തിയപ്പോൾ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിനടുത്ത് ടെന്റ് കെട്ടി താമസിക്കുകയായിരുന്നു. ഇവിടെ വെച്ച് കൊള്ള സംഘമെത്തി അവരുടെ കയ്യിലുണ്ടായിരുന്ന 8,000 രൂപയും മൊബൈൽ ഫോണും ക്രെഡിറ്റ് കാർഡുകളും കൈക്കലാക്കി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ഓഗസ്റ്റിന് ജർമ്മനിയിൽ നിന്നും പുറപ്പെട്ട സംഘം വിവിധ രാജ്യങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം ഡൽഹിയിലെത്തിയത് ജനുവരിയിലാണ്. അവിടെ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലെ സഞ്ചാരത്തിന് ശേഷം വാനിലാണ് കേരളത്തിലേക്ക് വന്നത്. കേരളം കർണാടക അതിർത്തിയിൽ കേരള ചെക്ക് പോസ്റ്റിനായി സർക്കാർ ഏറ്റെടുത്ത സ്ഥലത്ത് ടെന്റ് കെട്ടി രാത്രി താമസിക്കവെയാണ് കൊള്ള സംഘം ഇവരെ ആക്രമിക്കുന്നത്. പുലർച്ചെ ബൈക്കിലെത്തിയ 5-അംഗ സംഘം അരുൺ ഡൊമിനിക്കിനെ ആക്രമിക്കുകയും ബാഗിലുണ്ടായിരുന്ന പണവും കാർഡുകളും കവർന്നതിനു ശേഷം അക്രമികൾ സ്ഥലം വിടുകയുമായിരുന്നു. സംഭവത്തിനു ശേഷം ആകെ പരിഭ്രാന്തരായ ജർമ്മൻ സംഘം സമീപത്തെ പെട്രോൾ ബാങ്കിൽ അഭയം പ്രാപിച്ചു. പിന്നീട് മഞ്ചേശ്വരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഉടൻ പോലീസ് എത്തുകയും ചെയ്തു. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു. ASP D ശില്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. പണവും ക്രെഡിറ്റ് കാർഡും ഉൾപ്പെടെ നഷ്ടമായതിനെ തുടർന്ന് ഇപ്പോൾ സംഘത്തിന് താമസ ചിലവും ഭക്ഷണവും നൽകുന്നത് പോലീസാണ്. എന്തായാലും ദൈവത്തിന്റെ സ്വന്തം നാട് കാണാൻ വരുന്ന വിദേശ സഞ്ചാരികളുടെ അവസ്ഥ സത്യത്തിൽ ഞെട്ടിക്കുന്നതാണ്. പണം അപഹരണം, ശാരീരികോപദ്രവം, ടൂറിസ്റ്റ് ഹോമുകളിൽ അനുഭവിക്കേണ്ടി വരുന്ന ലൈംഗികാതിക്രമം, ഹർത്താലുകളിൽ വിദേശികൾ എന്ന പരിഗണന പോലും ഇല്ലാതെ കാണിക്കുന്ന അതിക്രമം എന്നിങ്ങനെ നീണ്ടു പോവുകയാണ് കേരളത്തിൽ അന്യദേശക്കാർ അനുഭവിക്കേണ്ടി വരുന്നത്. ക്രൂരമായി കൊല ചെയ്യപ്പെട്ട വിദേശ വനിതയെ അന്വേഷിച്ച് അവരുടെ ഭർത്താവും സഹോദരിയും കേരളത്തിൽ എത്തിയതും ഒടുവിൽ കണ്ണീരോടെ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നതുമായ വാർത്ത മറന്നിരിക്കാൻ ഇടയില്ല. അതിൽ ദേവോ ഭവ അവിടെ നിൽക്കട്ടെ. ദൈവമല്ലെങ്കിലും സഹജീവികളായ മനുഷ്യരായെങ്കിലും ഇവരെ കണ്ടൂടെ? അതെങ്ങനെ? സ്വന്തം മക്കളെ പോലും കൊന്നൊടുക്കുന്ന ഇക്കാലത്ത് സഹജീവി സ്നേഹം മിണ്ടാൻ പറ്റില്ലല്ലോ. ന്യൂസ് ഡെസ്ക്, കർമാ ന്യൂസ്.